ഓക്കെ, ഇന്നത്തെയുള്ള സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4 പേരെയാണ് കസ്റ്റഡിയിലുള്ളത്. 12 പേരെ വളരെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പേര് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഒരു മനോജ്, ജീവൻ, ശ്രീജിത്ത് ആൻഡ് ഷാഹിൻ. ഈ 4 പേര് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. അവർ ഡയറക്റ്റായിട്ട് ഈ ആക്രമിച്ച കാര്യത്തിൽ അവരുടെ പങ്കുണ്ടായിരുന്നു. എല്ലാ വീഡിയോ ഫുട്ടേജിൽ അവർ കാണുന്നുണ്ട്. നിലവിൽ അവർ കസ്റ്റഡിയിലുണ്ട്. കുറച്ച് പേര് കസ്റ്റഡി കൂടി കിട്ടാനുണ്ട്. കുറച്ച് പ്രതികൾ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അവർ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ട് കസ്റ്റഡി വാങ്ങും. മ്യൂസിയം സ്റ്റേഷനിലാണ് നമുക്ക് കേസ് എടുക്കണം. മ്യൂസിയം സ്റ്റേഷനിൽ ചെയ്യാം. അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പാർട്ടി ഓഫീസിന് അകത്ത് കയറിയിട്ടില്ല ഇതുവരെ. അത് സംശയിക്കുന്ന ബേസിസിൽ നമ്മൾ സസ്പിഷൻ ബേസിസിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പ്രതി കിട്ടാൻ വരെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കും, സെർച്ച് ഉണ്ടായിരിക്കും, എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടായിരിക്കും. അത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നടപടിയെടുക്കാം. നിലവിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. 12 പേര് ഐഡന്റിഫൈ ആണ്. പേര് പറയുമ്പോൾ മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ. അത് പറയാൻ പറ്റില്ല. അകത്ത് നമ്മൾ നോക്കാം. അത് പറയാൻ പറ്റില്ല, പ്ലീസ്. അത് പറയാൻ പറ്റില്ല. ഓബിയസ്ലി നമുക്ക് ഫുൾ ഫോഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫുൾ ഫോഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ നിൽക്കുകയാണ്. അത് ആസ് പെർ ലീഗൽ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്ത് നമുക്ക് പിടിക്കാൻ. അങ്ങനെയൊന്നുമല്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു വർക്കിന് പോകുമ്പോൾ തടസ്സാൻ പാടില്ല, അത് ആക്രമിക്കാൻ പാടില്ല. അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. അതുകൊണ്ട് നമ്മുടെ ഇല്ല, നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. ഫുൾ ബ്ലേസനും കൂടി ഉണ്ടായിരുന്നു. പരിശോധിക്കുക ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും പ്രതിഷേധിക്കാം. പക്ഷെ ആക്രമിക്കാൻ പാടില്ല. അത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല, അവരുടെ പ്രൊസീജിയർ എന്താണ്, അവരുടെ രീതിയിൽ ചെയ്തത് നമുക്ക് പിന്നെ മനസ്സിലായത് കൊണ്ട് ഫുൾ ഫോഴ്സ് പ്രൊട്ടക്ഷൻ കൊടുത്തത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ മേ ബി നിലവിൽ നമുക്ക് 12 പേര് ഐഡന്റിഫൈഡ് ആണ്. ഇനിയും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ADGP ആണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. ഇപ്പോൾ 12 പ്രതികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഡാൻ ചേരുന്നു. ഡാന്, ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ പ്രതികളിലെ കൃത്യമായി പോലീസിന് ധാരണയുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ 9 മണിക്കൂറോളം റെയ്ഡ് നടന്നല്ലോ. അതിനുശേഷം EDയുടെ വിശദീകരണം എന്താണ്? ഇക്കാര്യത്തിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണോ? ചില വിവരങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് EDയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചന. നമുക്ക് കൊച്ചിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതിന്റെ വിശദാംശങ്ങൾ ഇനി നമുക്കിവിടേക്ക് ലഭിക്കുന്നതേയുള്ളൂ. എന്തായാലും ഈ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രകോപനപരമായ ഒരു ഇടപെടൽ കൂടി നിന്ന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ ഒരു മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥയാണ് എന്നൊരു സൂചനയുണ്ട്. അതായത് അവർ ഇതുമായി ബന്ധപ്പെട്ട അക്കൌണ്ട് വിശദാംശങ്ങളൊക്കെ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അവിടേക്ക് എത്തിയതാണ്. അവർ പെട്ടെന്ന് ശാരീരികമായ ചില അസ്വസ്ഥതകൾ നേരിടുന്ന സാഹചര്യമുണ്ടായി. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ അവർ അവിടെ നിന്ന് പോയതിനു ശേഷം
ശേഷം അവരുടെ പരാതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇ ഡി ഉദ്യോഗസ്ഥർ തമ്പാനൂർ പോലീസിന് ഒരു പരാതി കൈമാറിയിരിക്കുകയാണ്. ആ പരാതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന പരാമർശവുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് സുരക്ഷ ഒരുക്കേണ്ടത് എന്നതിൽ കൃത്യമായ ഒരു മാനുവലുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെ അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മൊഴിയെടുക്കുകയോ റെയ്ഡ് നടത്തുകയോ ചെയ്തതിനു ശേഷം അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്ന പരിഭവമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ളത്. അതിൽ സംസ്ഥാന പോലീസ് മേധാവി ഏതെങ്കിലും തുടർ നടപടികൾക്ക് ഉത്തരവിട്ടാൽ അത് ചില ഉദ്യോഗസ്ഥർക്കെതിരെയെങ്കിലും കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 4 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നുവെന്ന് ക്രമസമാധാന ചുമതലയുള്ള ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നു. ശേഷിക്കുന്ന 10 പേരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. വൈകാതെ അവരും പിടിയിലാകും. അന്വേഷണ ഘട്ടത്തിലായതിനാൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാകില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വലിയൊരു സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്ക് മേലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അവരുടെ ഭാഗത്ത് വിവരം നൽകാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.